ഹലോ ഗായ്സ്, ദാക്കു മഹാരാജ് എന്ന് പറയുന്ന തെലുങ്ക് പടം കണ്ടു. ബാലകൃഷ്ണ നായകനായിട്ട് വന്ന സിനിമ, ബോബി കൊള്ളി സംവിധാനം ചെയ്ത സിനിമ, തമൻ എസ് മ്യൂസിക് ചെയ്ത സിനിമ. ഈ ഒരു സിനിമയിലെ സോഷ്യൽ മീഡിയയിലെ പോസിറ്റീവിന്റെ അതിപ്രസരം കാരണമാണ് ഈ ഒരു സിനിമ കണ്ടേക്കാമെന്ന് തോന്നിയത്. അതായത് ഈ ഒരു സിനിമ റോസ്റ്റ് ചെയ്തതിന്റെ പേരിൽ റോസ്റ്റ് ചെയ്ത ചാനലിനെയൊക്കെ ട്രോൾ ചെയ്തും അതിനെതിരെയൊക്കെ ഫാൻസ്, ഈ ഒരു സിനിമയുടെ ഫാൻസ് ഈ ഒരു സിനിമ എന്തിന് റോസ്റ്റ് ചെയ്തു എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്ന കണ്ടപ്പോഴത്തേക്കും ഈ ഒരു സിനിമ എന്തായാലും കാണണം. പ്രത്യേകിച്ച് ഈ ഒരു സിനിമയിലെ ബാലകൃഷ്ണയുടെ പ്രകടനമൊക്കെ അത്തരത്തിൽ ഹെവി ആണെന്നൊക്കെ പറയുന്ന കേട്ടപ്പോഴത്തേക്കും ബാലകൃഷ്ണയുടെ ആ ഒരു ഊണ്ടുപടയാട്ടം കാണാനായിട്ട് ഞാൻ ഈ ഒരു സിനിമ കണ്ടു, ദാക്കു മഹാരാജ്. അപ്പോൾ കണ്ടപ്പോഴത്തേക്കും എനിക്ക് തോന്നിയത് ഇതിന്റെ മേക്കിംഗ് ഒക്കെ വൻ ഐറ്റം എന്ന് വെച്ചാൽ ബോബി കൊള്ളി എന്ന സംവിധായകന്റെ ഫ്രെയിംസിൽ നമുക്ക് ഇഷ്ടപ്പെട്ട താരങ്ങളുണ്ട്, നമ്മളിപ്പോൾ ഫാൻ ആയിട്ടുള്ള താരങ്ങൾ, അവരെയൊക്കെ പ്ലേസ് ചെയ്താൽ കിടിലമായിരിക്കും എന്ന് തോന്നുന്നത്. അതായത് ഇങ്ങനത്തെ ഫ്രെയിംസിൽ നമ്മുടെ ഇഷ്ട താരങ്ങളൊക്കെ കാണാൻ നമ്മൾ കൊതിച്ചു പോകുന്ന രീതിയിലാണ് ഫ്രെയിംസ് ഒക്കെ എടുത്തു വച്ചിരിക്കുന്നത്. മേക്കിംഗ് ക്വാളിറ്റി ഈസ് കിടിലം. അതായത് സിനിമാറ്റോഗ്രഫി ആയാലും VFX ചെയ്തിരിക്കുന്നതായാലും ഫ്രെയിംസ് ഒക്കെ വേറെ ലെവല് ചെയ്തേക്കുന്നതേ, അമ്മാതിരി മേക്കിംഗ്. പിന്നെ ഈ ഒരു സിനിമയുടെ ജീവൻ എന്ന് പറയുന്നത് തമൻ എന്ന മ്യൂസിക് ഡയറക്ടർ. എൻ്റെ മോനെ, ഓരോ ചെറിയ സീനുകളിൽ പോലും എജാതി കിടിലായിട്ടോടെ പടച്ചു വിട്ടിരിക്കുന്നത്. അതായത് ഇമോഷണൽ ആയാലും മാസ് ആയാലും എല്ലാം കിടിലൻ സാധനമാണ് തമൻ എന്ന മ്യൂസിക് ഡയറക്ടർ ഈ ഒരു പടത്തിന് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നത്. വേറെ ലെവലിൽ ചെയ്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ വൺ ഐറ്റം, ഓരോ ചെറിയ സാധനങ്ങൾ പോലും ഇട്ട് വെച്ചിരിക്കുന്നത് വൺ ലെവൽ പിടിച്ച് അത് വേറെ ലെവലായിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ മാത്രമല്ല, പാട്ടുകളായാലും ഒരു പാട്ട് എന്തിനോ വേണ്ടി ചേർത്ത ഒരു സാധനമാണ്. അത് തെലുങ്ക് ഓഡിയൻസിനെ തൃപ്തിപ്പെടുത്താനോ ബാലയ്യ ഫാൻസിനെ തൃപ്തിപ്പെടുത്താനോ ഒക്കെ ചെയ്തൊരു പാട്ടാണെങ്കിൽ കൂടി പാട്ട് കേൾക്കാനൊരു നല്ല രസം, ബാക്കി സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള സോങ്സും ഒക്കെ ഉണ്ട്. അതൊക്കെ വൻ സാധനമാണ് തമനസ് ബാലയ്യക്ക് വേണ്ടി ചെയ്തു കൊടുത്തിരിക്കുന്നത്. വേറെ ലെവല്. ഓക്കെ, എന്നേ പറയാൻ പറ്റും, അത്രയ്ക്ക് ഹെവി സാധനം. ഈ ഒരു സിനിമയുടെ ജീവൻ തമൻ എന്ന മ്യൂസിക് ഡയറക്ടറാണ്. ബാലകൃഷ്ണനിലേക്ക് വരുമ്പോഴത്തേക്കും പുള്ളിക്ക് പറ്റാവുന്ന രീതിയിൽ ഈ ഒരു സിനിമ ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് വേണം പറയാനായിട്ട്. ഇതിനു മുമ്പ് ഞാൻ കണ്ട ബാലയ്യ പടം വീരസിംഹ റെഡ്ഡി ആയിരുന്നു. അത് വൻ അപരാധമായിരുന്നെങ്കിലും അതിനകത്തൊരു ക്യാരക്ടറുണ്ട്, ഒരു എന്താ പറയുന്ന വീരസിംഹ റെഡ്ഡി എന്ന ആ ഒരു ക്യാരക്ടർ പുള്ളി നല്ല കിടുക്കനായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പുള്ളിക്ക് ചേരുന്ന രീതിയിൽ പക്കയായിട്ടുള്ളൊരു ക്യാരക്ടർ, ആ ഒരു ക്യാരക്ടറൈസേഷൻ കിടിലമായിരുന്നു. പക്ഷെ പടം വൻ അപരാധമായിരുന്നു. ആ ഒരു പടമൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു ദാക്കു മഹാരാജ എന്ന് പറയുന്നത് വൻ സാധനമെന്ന് പറയേണ്ടി വരും കേട്ടോ. അപ്പം ബാലയ്യ ഫാൻസിനൊക്കെ ഈ ഒരു പടം കിടിലൻ സാധനമായിരിക്കും. പക്ഷെ ഇതിന്റെ സ്റ്റോറി അയ്യോ എടേ, 1990-കളിൽ പോലും ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് ഔട്ട്ഡേറ്റഡ് ആണ്. അമ്മാതിരി ഒരു സ്റ്റോറി എടേ. സ്റ്റോറി പ്രതീക്ഷിച്ച് വൺ സ്റ്റോറി എന്ന് പ്രതീക്ഷിച്ച് ആരും ഈ ഒരു പടം കാണരുത്. തമൻ എന്ന മ്യൂസിക് ഡയറക്ടർക്ക് വേണ്ടിയും ബോബി കൊള്ളി എന്ന ഡയറക്ടർക്ക് വേണ്ടിയും ഈ ഒരു സിനിമ കണ്ടോ. ഇത്രയും ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറി കിടിലനാക്കി മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു ഡയറക്ടറും മ്യൂസിക് ഡയറക്ടറും കൂടെ ചേർന്ന്. പിന്നെ ബാലയ്ക്ക് പറ്റാവുന്ന രീതിയിൽ പുള്ളി ഇത് ചെയ്തിട്ടുണ്ടെങ്കിലും അത്ര ഭയങ്കര ഗംഭീര സാധനമായിട്ടൊന്നും പുള്ളിയുടെ അഭിനയത്തെ കുറിച്ചിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ഇമോഷണൽ സീൻസ് ഒക്കെ പുള്ളിയുടെ കയ്യിൽ നിന്ന് പോയി, ആ ഒരു രീതിയിലാണ് സംഭവം. ഓക്കെ, വലിയ സംഭവം ഒന്നും പുള്ളിയുടെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിച്ച് പോകരുത്. സ്ക്രീൻ പ്രസൻസ് ഒക്കെ ഉണ്ട്, അത്യാവശ്യം നല്ല സ്ക്രീൻ പ്രസൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇമോഷണൽ സീൻസ് ആയാലും ആക്ടിങ്ങിന്റെ കാര്യം നോക്കുമ്പോഴത്തേക്കും വലിയ സാധനമൊന്നും പുള്ളിയുടെ കയ്യിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ഓക്കെ, പടം വാച്ചബിൾ ആണ്, നല്ല രീതിയിൽ കണ്ടിരിക്കാൻ പറ്റുന്ന ഈ ഒരു മേക്കിംഗ് സ്റ്റൈൽ കൊണ്ടും ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊണ്ടും വാച്ചബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു പടം. ഞാൻ നേരത്തെ പറഞ്ഞ ബാലയ്യ പടമായിട്ടുള്ള വീരസിംഹ റെഡ്ഡിയൊക്കെ ഇഷ്ടപ്പെട്ടവർക്ക് തീർച്ചയായിട്ടും ഹെവി എക്സ്പീരിയൻസ് ആയിരിക്കും ഈ സിനിമ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് തിയേറ്ററിൽ കാണുന്നതാണ് കേട്ടോ. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഫ്രെയിംസും ഒക്കെ തിയേറ്ററിൽ കണ്ടവർക്ക് അതൊരു ഹെവി എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ. നമ്മുടെ ഫോണിലോ TVയിലോ ഒക്കെ കാണുന്നതിനെക്കാട്ടിയും ഈ ഒരു സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ തിയേറ്ററിൽ കണ്ടവർക്കൊക്കെ വൻ എക്സ്പീരിയൻസ് ആയിരിക്കും കിട്ടിയിട്ടുള്ളവർക്ക്. അവർ പോസിറ്റീവ് പറഞ്ഞ അത് അത്തരത്തിൽ കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു. അമ്മാതിരി പണി അവരതിനകത്ത് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം എനിക്കൊരു വാച്ചബിൾ ആയിട്ടുള്ളൊരു പടം എന്നേ തോന്നിയുള്ളൂ. ഇതിന്റെ സ്റ്റോറി ഔട്ട്ഡേറ്റഡ് എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ. രക്ഷകൻ എന്നൊക്കെ നമ്മൾ തലപതിയൊക്കെ വിളിച്ചിട്ടില്ലേ, അതിൻ്റെയൊക്കെ പ്രോ മാക്സ് വെർഷനാണ് ഇതിനകത്ത് കേട്ടോ. രക്ഷകൻ പ്രോ മാക്സ്. അയ്യോ, സ്റ്റോറി ഭയങ്കര മോശം. ആ ഒരു സ്റ്റോറി കണ്ടിട്ട് ആരെങ്കിലും ട്രോൾ ചെയ്യുകയോ റോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ കുറ്റം പറയാനൊന്നും പറ്റത്തില്ല. അമ്മാതിരി ഒരു സ്റ്റോറിയാണ് ഈ ഒരു സിനിമയ്ക്കെന്ന് എനിക്ക് പറയാൻ പറ്റൂ. ബാക്കി മേക്കിംഗ് ഒക്കെ പൊളി. വാച്ചബിളാണ് സംഭവം. വലിയ സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല, വാച്ചബിളാണ്.